നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്നതെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു 5 സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ പോയിൻ്റ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക. എന്താ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്? നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മളെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ആർക്കാ? നമുക്കാണ് നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. അപ്പോൾ പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ എന്താണ് പ്രശ്നം? അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു പേടിയാണ്. അതിനെ മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആ സിനാരിയോ കൺസിഡർ ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം +1 എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതല്ല, നിങ്ങൾ കോളേജിലാണ്, അതിലൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോയിരിക്കും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ നിങ്ങൾ നിൽക്കുമ്പോൾ എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പേപ്പർ എടുക്കുക, പേപ്പറിനകത്ത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും. അതിനെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് മുകളിലോ താഴെയോ ആക്കാം. ഉദാഹരണത്തിന് നമ്മുടെ പേര് പറഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ സ്ഥലമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ കാര്യം, വീട്ടിൽ നമുക്ക് സഹോദരങ്ങൾ ആരൊക്കെയുണ്ട്, ഇക്കാര്യങ്ങളാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതോ അക്കാഡമിക് ക്വാളിഫിക്കേഷനാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് ഡിസൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, എന്താണോ സാഹചര്യം അതനുസരിച്ചിട്ടായിരിക്കും പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ജോലിക്ക് പോയിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ ഡീറ്റെയിൽസ്, ഉദാഹരണത്തിന് എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വീട്ടുവിശേഷം പറയുന്നതിനേക്കാളും അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, മറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ അത്, നിങ്ങളെന്തെങ്കിലും അഡീഷണൽ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുതലായ കാര്യങ്ങളായിരിക്കും. അപ്പം സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്ലാനിങ്ങിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. എന്ത് കാര്യമാണ് ഞാൻ ആദ്യം പറയേണ്ടത്, അത് ഏത് രീതിയിൽ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യത്തിനെയാണ് പ്ലാനിങ്ങിൽ നമ്മൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്. അടുത്ത സ്റ്റെപ്പാണ് അവോയ്ഡ് അൺനെസസറി ഡീറ്റെയിൽസ്. നിങ്ങളിപ്പോൾ ഒരു പേപ്പറിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതിനെ അനുസരണം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യം, അതിൻ്റെ അകത്തുനിന്ന് അനാവശ്യമായ ഡീറ്റെയിൽസ് എടുത്തു മാറ്റുക. ഉദാഹരണത്തിന് നിങ്ങളൊരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യുന്ന ഇഷ്ടമാണ്, ഞാൻ പാട്ട് പാടുമായിരുന്നു, ഞാനത് ചെയ്യുമായിരുന്നു, ഇത് ചെയ്യുമായിരുന്നു, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പം അവരെപ്പോഴും ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ എപ്പോഴും എന്ത് കാര്യമാണ് നിങ്ങളെ ഇതിന് എലിജിബിൾ ആക്കുന്നത്, ഈ ജോലിക്ക് എലിജിബിൾ ആക്കുന്നത് എന്ന കാര്യം മാത്രമാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ അനാവശ്യമായ ഡീറ്റെയിൽസ് നമുക്ക് എടുത്തു മാറ്റാം. അടുത്ത പോയിൻ്റാണ് പ്രാക്ടീസ്. അപ്പം നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്തു, പ്ലാൻ ചെയ്തു, അനാവശ്യമായ ഡീറ്റെയിൽസ് എടുത്തു മാറ്റി. അടുത്തതാണ് വരുന്നത് പ്രാക്ടീസ്. നമ്മൾ എവിടെ പ്രസൻറ്റ് ചെയ്യണമെങ്കിലും അതിന് മുന്നേ പ്രാക്ടീസ് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ നിന്നിട്ട് ഭിത്തിയെ നോക്കിയോ, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളോട് തന്നെ പറയുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിൽ അല്ലെങ്കിൽ സിബ്ലിങ്സിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ, സുഹൃത്തുക്കളുടെ മുന്നിൽ നിങ്ങൾക്കിത് പ്രസൻറ്റ് ചെയ്ത് നോക്കാം. പ്രസൻറ്റ് ഉറപ്പായിട്ടും ചെയ്യണം. കുറഞ്ഞത് ഒരു 5 തവണയിൽ നമ്മൾ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പാണ് പ്രാക്ടീസ്. നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാവരും കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല. നമ്മളൊരാളുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ നമുക്കത് പറയാനുള്ള കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അത് ഒറ്റയ്ക്ക് ഭിത്തിയെ നോക്കി വേണമെങ്കിൽ പറയാം, കണ്ണാടി നോക്കി പറയാം, നിങ്ങളുടെ പേരൻസിൻ്റെ മുന്നിൽ, സുഹൃത്തുക്കളുടെ മുന്നിൽ, ആരുടെ മുന്നിൽ വേണമെങ്കിലും പറയാം. പക്ഷേ ഉറപ്പായിട്ടും കുറഞ്ഞത് ഒരു 5 തവണയെങ്കിലും ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് അത്ര ടെൻഷനുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങളോട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇനി 5ാമത്തെ പോയിൻ്റ്, ഐ കോൺടാക്ട്, ഹാൻഡ് ജെസ്റ്റേഴ്സ് ആൻഡ് യുവർ ഡ്രസ്സിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഒരു ചെറിയ ടെൻഷനുള്ള സാഹചര്യത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ
നമ്മുടെ ഡ്രസ്സിങ് ശരിയല്ല, നമ്മുടെ ഡ്രസ്സിങ്ങിൽ നമ്മൾ കംഫർട്ടബിൾ അല്ല, നമ്മുടെ ഫുട് വെയറിൽ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ മുടി, നമ്മുടെ എന്തെങ്കിലും ജ്വല്ലറി, എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് ഈ ടെൻഷൻ്റെ കൂടെ ഒരു ആഡഡ് ടെൻഷനായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, സാഹചര്യത്തിന് ഒത്തതായിരിക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരുമ്പോൾ ഒരു പ്രതിമയെപ്പോലെ നിന്ന് ആരോടും ഒന്നും ഒരു ഇൻറ്ററാക്ഷനും കാണിക്കാതെ ആരുടെയും മുഖത്ത് നോക്കാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വെറും ഫേക്കായി പോകും. അതുകൊണ്ട് ആരോടാണോ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ കണ്ണിൽ നോക്കി ചെറുതായിട്ട് ശരീരത്തിലൊക്കെ ബോഡി മൂവ്മെൻറ്റ്സും ഹാൻഡ് മൂവ്മെൻറ്റ്സും വരുത്തിയിട്ട് വേണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. മുമ്പോട്ടുള്ള വീഡിയോസ് കാണുക. അതുവരേക്കും താങ്ക് യു.